ഇല്ലാത്ത കൂട്ടമാണ് കേരളത്തിൽ മാത്രം ഒറ്റപ്പെട്ട ഈ LDF നേതൃത്വമെന്ന് വീണ്ടും വീണ്ടും അവർ തന്നെ തെളിയിക്കുകയാണ്. പാർട്ടിയുടെ കാര്യത്തിൽ പോലും നിലപാടിൽ ഉറച്ചു നിൽക്കാതെ അവസരത്തിനൊത്ത് കാലുമാറുകയാണ് കമ്മികളുടെ രീതി. സഖാവ് പിണറായിയുടെ കാലത്തോടെയാണ് കമ്മികൾ ഇത്രയ്ക്കും തരം താഴ്ന്നത്. അത് തെളിയിക്കുന്നതാണ് ഈ സംഭവം. അതായത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പഴയ തീപ്പൊരി പ്രസംഗത്തിന്റെ രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 ജനുവരി 30 നിയമസഭയിൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയൻ റവാഡയെ രൂക്ഷമായി വിമർശിച്ചതിന്റെ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതേ ഉദ്യോഗസ്ഥനെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിനെതിരെ പാർട്ടിക്കുള്ളിലും പ്രത്യേകിച്ച് കണ്ണൂർ ഘടകത്തിലും എതിർസ്വരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ തിരുവായ്ക്ക് എതിർവാ പാടില്ലല്ലോ. എന്തായാലും ഒരു കാലത്തെ പാർട്ടിയുടെ ശത്രു ഇന്ന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തന്നെ പാർട്ടിയുടെ മിത്രമായിരിക്കുന്നു. കൊള്ളാം. എന്തായാലും ആ തീപ്പൊരി പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. കൂത്തുപറമ്പിലേത് വെടിവെപ്പ് പരിശീലനമാണെന്ന് റവാഡ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രസംഗം. റവാഡയ്ക്കെതിരെ കൊലക്കേസ് എടുക്കണമെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ സഭയിൽ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ കരിങ്കൊടി കാണിച്ച് പുറത്തേക്ക് പോകുമെന്നും വെടിവെക്കരുതെന്നും അന്നത്തെ DYFI ചുമതലയിൽ ഉണ്ടായിരുന്ന MV ജയരാജൻ പറഞ്ഞിരുന്നുവെന്നും ആ സമയത്ത് ഞങ്ങൾക്കിതൊരു പരിശീലനമാണെന്ന് റവാഡ ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു എന്നുമാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. റവാഡ ചന്ദ്രശേഖരന്റെ പേരെടുത്ത് പറയാതെ ASP എന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് എന്നും രേഖകളിൽ വ്യക്തമാണ്. ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന ASP ആണ് റവാഡ എന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. റവാഡ ചന്ദ്രശേഖരൻ സമരക്കാരെ അടിച്ചും എറിഞ്ഞും ഒതുക്കിക്കൊണ്ടിരുന്നു എന്ന പത്രവാർത്ത പിണറായി നിയമസഭയിൽ ഉദ്ധരിച്ചു. റവാഡയെ സസ്പെൻഡ് ചെയ്തു കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. പിണറായി വിജയന്റെ പ്രസംഗം നിയമസഭാ രേഖകളിലാണുള്ളത്. പകർപ്പ് പുറത്തു വന്നു. നിയമസഭയിൽ ചർച്ച നടന്നത് 1995 ജനുവരി 30 CPM-ലെ കൂത്തുപറമ്പ് വികാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ പ്രസംഗത്തിന്റെ പകർപ്പ് ഇന്ന് പുറത്തുവിട്ടതെന്ന വിവാദവും സജീവമാണ്. ഇതാണ് അന്നത്തെ പിണറായി പാർട്ടിയുടെ നിലപാട്. എന്നാൽ കേരള ചരിത്രത്തിലെ ഒരു മായ്ക്കാനാവാത്ത മുറിപ്പാടാണ് 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവെപ്പ്. അത് CPM-ന്റെ ചരിത്രത്തെ പറ്റി ആകുമ്പോൾ പല കമ്മ്യൂണിസ്റ്റുകാരന്റെയും നെഞ്ചിലെ തീയൊക്കെ ആയിരുന്നു. അത് പക്ഷെ പണ്ടത്തെ കഥ. 5 DYFI-ക്കാർ കൊല്ലപ്പെടുകയും പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ സംഭവം CPM-ന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും പൊള്ളുന്ന ഓർമ്മയാണ്. അതുപോലെ തന്നെ സഖാവ് പുഷ്പനും വെടിയേറ്റ് കഴുത്തിന് താഴെ തളർന്ന ശരീരവുമായി ഏകദേശം 30 കൊല്ലം ജീവിച്ച അദ്ദേഹം തോക്കിനെ തോൽപ്പിച്ച പോരാളിയായിട്ടാണ് പാർട്ടി അന്ന് വിലയിരുത്തിയത്. റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി ASP ആയിരിക്കവെയാണ് ഈ കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത്. സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് MV രാഘവനെ കരിങ്കൊടി കാണിക്കാൻ കൂത്തുപറമ്പിൽ എത്തിയതായിരുന്നു DYFI പ്രവർത്തകർ. കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു രാഘവൻ. ഇരമ്പി എത്തിയ DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. തുടർന്ന് കല്ലേറും സംഘർഷവും ഉണ്ടായി. കണ്ണീർവാതക ഷെല്ലുകളടക്കം പ്രയോഗിച്ചിട്ടും പ്രതിഷേധം നിലയ്ക്കാതെ ആയതോടെ പോലീസ് നിറയൊഴിച്ചു. അന്നവിടെ പോലീസിന്റെ നേതൃത്വം റവാഡയ്ക്കായിരുന്നു. 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അദ്ദേഹം ASP ആയി നിയമിതനായി പിറ്റേന്ന് തന്നെയായിരുന്നു ഈ സംഭവം നടന്നത്. റവാഡ ചന്ദ്രശേഖരന്റെ ഉത്തരവ് പ്രകാരമാണ് പോലീസ് വെടിയുതിർത്തത് എന്നാണ് അന്ന് പരക്കെ ഉയർന്ന ആരോപണം. ഇതോടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം കയ്പ് നിറഞ്ഞതായി. അന്നത്തെ ആ വെടിവെപ്പിൽ 5 പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവം CPM-ന്റെ രക്തസാക്ഷി രാഷ്ട്രീയത്തിലെ വൈകാരികമായ ഒരു അധ്യായമായിരുന്നു. വെടിവെപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുൻപേ റിപ്പോർട്ട് ചെയ്തിട്ടും മന്ത്രി MV രാഘവൻ പരിപാടിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്നാണ് അന്നുയർന്ന പ്രധാനപ്പെട്ട ആരോപണം. പ്രകടനം നടത്തിയ സമരക്കാർക്കെതിരെ മുന്നറിയിപ്പില്ലാതെ പോലീസ് വെടിവെച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ADM TD ആന്റണി ആയിരുന്നു വെടിവെപ്പിന് ഉത്തരവിട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ. വെടിവെപ്പിന് ശേഷം അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ റവാഡ ചന്ദ്രശേഖരനെതിരെ കേസും എടുത്തിരുന്നു. എന്നാൽ 2012 കേരള ഹൈക്കോടതി അദ്ദേഹത്തെ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കി. വെടിവെപ്പ് സംബന്ധിച്ച് റവാഡ കോടതിയിൽ നൽകിയ മൊഴികൾ അന്ന് CPM-നെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. കൊല നടത്താനുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും കൃത്യനിർവഹണത്തിലായിരുന്നുവെന്നും നിരീക്ഷിച്ചാണ് കോടതി മറ്റു പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത്. തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് നിയമിക്കപ്പെട്ടു. കൂത്തുപറമ്പ് സംഭവത്തിന് ഉത്തരവാദി എന്ന CPM ഒരു കാലത്ത് മുദ്രകുത്തിയ MV രാഘവനെ പിന്നീട് അംഗീകരിക്കുകയും മരണത്തിന് മുമ്പ് അദ്ദേഹത്തെ പാർട്ടിയിലെ ഒരു വിഭാഗം ചേർത്ത് പിടിക്കുകയും ചെയ്തിരുന്നു.
രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ പിന്നീട് അഴീക്കോട് ഇടത് സ്ഥാനാർത്ഥിയാക്കിയതും ഈ രാഷ്ട്രീയ വിട്ടുവീഴ്ചയുടെ ഭാഗമായി വിലയിരുത്തപ്പെട്ടു. ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരന്റെ കാര്യത്തിലും പാർട്ടി സമാനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ കൗതുകമുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് CPM-മായി നേരിട്ട് ഏറ്റുമുട്ടൽ നടത്തിയ അദ്ദേഹം തന്നെ CPM സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. എന്തായാലും റവാഡയോട് CPM-ന് ഇന്ന് അനിഷ്ടമില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ നിയമനം വിലയിരുത്തപ്പെടുക. എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പൊള്ളുന്ന സ്മരണകൾ ഇപ്പോഴും ചില CPM പ്രവർത്തകരിലെങ്കിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ റവാഡയെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് പലരും വിലയിരുത്തിയിരുന്നത്. UPSC അംഗീകരിച്ച പോലീസ് മേധാവി പട്ടികയിൽ രണ്ടാമനാണ് റവാഡ. കേന്ദ്ര അംഗീകാരത്തിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടിക കൈമാറിയ ശേഷം റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ കണ്ട് സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള താല്പര്യം അറിയിച്ചിരുന്നു. പട്ടികയിൽ നിന്ന് സ്വമേധയാ ഒഴിവാകാൻ റവാഡ ചന്ദ്രശേഖറിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന വാർത്തകൾക്കിടയിലൂടെയാണ് അദ്ദേഹം കേരളത്തിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. എന്തായാലും പാർട്ടിയുടെ നിലപാടുകൾ ഇങ്ങനെ സീസണലായി മാറ്റി ഉള്ള വില അവർ സ്വയം കളഞ്ഞു കുടിക്കുകയാണ്. ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ നടന്ന പ്രതിഷേധമാകട്ടെ, റീസെന്റായി നടന്ന നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആയിക്കോട്ടെ, അദാനി മുതലാളിയായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, എന്തെടുത്ത് നോക്കിയാലും അവരുടെ നിലപാടൊക്കെ ചുരുണ്ടി നോക്കിയാൽ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുറപ്പാണ്. പക്ഷേ നിലപാടിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താലും എല്ലാത്തിനെയും ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കളായിക്കോട്ടെ, ഭരണത്തിലിരിക്കുന്ന ഏമാന്മാരാകട്ടെ, എല്ലാവരും മിടുക്കന്മാരാണ്. അപ്പോൾ നമ്മൾ ഈ സംഭവത്തിലേക്ക് തിരികെ വരുമ്പോൾ 94 പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായ ആ 5 പേരോടും കൂടാതെ 30 വർഷത്തോളം കിടപ്പിലായ സഖാവ് പുഷ്പനോടുമൊക്കെ എന്ത് ആത്മാർത്ഥതയാണ് ഇവർ വെച്ചു പുലർത്തിയത്. ഇതിന്ന് പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഒക്കെ നടക്കുന്ന കുട്ടി സഖാക്കൾ കേൾക്കാൻ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു 2 കൊല്ലം മുമ്പ് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്. എന്ത് നിലപാടിലാണ് നിങ്ങളന്ന് പ്രതിഷേധം ചെയ്തത്, അതിൽ നിന്നൊക്കെ യു-ടേൺ എടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നേതാക്കന്മാരാണ് ഇന്നുള്ളത്. അതേസമയം നമ്മൾ റവാഡ ചന്ദ്രശേഖരന്റെ കാര്യത്തിലേക്ക് വന്ന അന്ന് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ് ഫലിപ്പിച്ച പോലെ ഡ്യൂട്ടിയിൽ കയറി 1-2 ദിവസമായി അദ്ദേഹത്തിന് രാഷ്ട്രീയ ചായ്വൊന്നും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ CPM അതിനെ സമീപിച്ചത് അങ്ങനെ ആയിരുന്നില്ല. അവരുടെ നിലപാടുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചോദ്യം ചെയ്തത്. എത്ര ചോദ്യം ചെയ്തിട്ടും കാര്യമില്ല എന്നറിയാം. നിലപാടുകളുടെ കാര്യത്തിൽ സീസണലായുള്ള തീരുമാനമാണ് കമ്മികൾ ഇന്ന് വെച്ച് പുലർത്തുന്നത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പിണറായി വിജയന്റെ ഇരട്ടത്താപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.